KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയേക്കുമെന്ന റിപ്പോർട്ടുകളോട് പ്രതികരിച്ച് കെ സുധാകരൻ. തുടരുന്നില്ല എന്നൊന്നും ആരോടും ഒന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് പിന്നെ ഒന്ന് കിട്ടിയാൽ 10 ആക്കുമല്ലോ. ഈ അധ്യക്ഷ സ്ഥാനത്ത് ഒരു മാറ്റം അനിവാര്യമായ സാഹചര്യം കേരളത്തിൽ കോൺഗ്രസിനുണ്ടാവും. അങ്ങനെയാണ് നിരന്തരമായി ചർച്ച വരികയാണ്. അങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കില്ല. അത് പക്ഷേ എൻ്റെ പ്രവർത്തനവും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങളും വിലയിരുത്തേണ്ടുന്നത് എൻ്റെ ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡിൽ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ്. ഞാൻ ആരെ പേര് നിർദ്ദേശിക്കണമെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം വരണ്ടേ? മാറ്റുന്നു എന്ന് വന്നാലല്ലേ നിർദ്ദേശം. മാറ്റുന്നു എന്ന് പറയാതെയും തീരുമാനം എടുക്കാതെയും ആരെങ്കിലും പേര് നിർദ്ദേശിക്കുന്നെങ്കിൽ അത് തലക്കസുഖം ഉണ്ടാവില്ലേ? വരുന്ന ഹൈക്കമാൻഡ് തീരുമാനം അനുസരിക്കുമെന്നും KPCC അധ്യക്ഷനെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നില്ലെന്നും കെ സുധാകരൻ കണ്ണൂരിൽ പറഞ്ഞു. ഹൈക്കമാൻഡ് പറയുന്നത് അനുസരിക്കാനേ തനിക്ക് യോഗമുള്ളൂ. ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. ഹൈക്കമാൻഡ് തീരുമാനം ശിരസാ സ്വീകരിക്കും. കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും സംസാരിച്ചിരുന്നു. ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം എൻ്റെ കൂടി തീരുമാനമാണ്, സുധാകരൻ പറഞ്ഞു. അധ്യക്ഷനെ മാറ്റുന്നത് സംബന്ധിച്ച് തന്നോട് സൂചിപ്പിച്ചിട്ടില്ല. മാറ്റം അനിവാര്യമാണെന്ന തോന്നൽ തനിക്കില്ല. പ്രവർത്തനം വിലയിരുത്തേണ്ടത് ഹൈക്കമാൻഡാണ്. നിലവിൽ സംതൃപ്തനാണ്, സന്തോഷവാനുമാണെന്നും കെ സുധാകരൻ പ്രതികരിച്ചു. അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റി പകരം ആന്റോ ആന്റണിയെയോ സണ്ണി ജോസഫിനെയോ പരിഗണിച്ചേക്കുമെന്നാണ് വിവരം. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്ന് കേരളത്തിലെ പാർട്ടിക്കുള്ളിൽ പൊതു അഭിപ്രായം രൂപപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് റോമൻ കാത്തലിക് വിഭാഗത്തിൽ നിന്നുള്ള നേതാവ്. ഈ ആവശ്യത്തെ ഹൈക്കമാൻഡും ശരിവെക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇക്കാര്യം പരിഗണിച്ചാണ് ഇരു നേതാക്കളെയും അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. സംസ്ഥാനത്തെ പാർട്ടിയിൽ അടിമുടി അഴിച്ചുപണിയാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത്. തെരഞ്ഞെടുപ്പുകൾ നയിക്കാൻ പൊതു നേതൃനിരയെ രംഗത്തിറക്കാനാണ് ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനം. കോർ കമ്മിറ്റി രൂപീകരണത്തിലേക്ക് ഉടൻ കടക്കും. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടുന്നതാണ് ഈ കമ്മിറ്റി. മുൻ KPCC അധ്യക്ഷന്മാർ ഉൾപ്പെടെ 11 പേരെ ഉൾപ്പെടുത്തും. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഉൾപ്പെടെ ചുമതല ഈ കമ്മിറ്റിക്കായിരിക്കും. UDFിലും അഴിച്ചുപണി നടത്തിയേക്കും. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം. പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾഡ് സേവിംഗ് സ്കീം. പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം. എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി, കുവൈറ്റ് ആൻഡ് കണ്ണൂർ.